നിങ്ങളെയെല്ലാം ഞങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾ കഥ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, സിനിമ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഈ രാജ്യത്തിനകത്ത് നിങ്ങളെ മര്യാദയ്ക്ക് ജീവിക്കാൻ വിടില്ല എന്ന നിലയിലുള്ള പ്രഖ്യാപനമാണ് RSS നടത്തുന്നത്. അതിന്റെ മോഹൻലാല്, പൃഥ്വിരാജ്, ഗോകുലം ഗോപാലൻ ഇവരൊക്കെ ശരിയായ രൂപത്തിൽ ആണ് നിക്ഷേപങ്ങൾ നടത്തുന്നത്, വ്യവസായം നടത്തുന്നത്, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നത് എങ്കിൽ ഒരു ED ഭയം വേണ്ടതുണ്ടോ? ED വന്ന് പിണറായിയുടെ മൂക്കിയെത്തിയിട്ട് പോയോ? ഇല്ലല്ലോ. നോക്ക്, അങ്ങനെ മാത്രമല്ലല്ലോ വേണു. അതിനെ ഒരു ED വെച്ചുകൊണ്ട് മാത്രമല്ല, നിങ്ങൾ ഒരു കേന്ദ്രം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയും അതിൽ അല്ലെങ്കിൽ RSSനെ പോലെയുള്ള ഒരു സംഘപരിവാർ ശക്തിയും ഒരു മനുഷ്യനെതിരെ അവർ തമിഴ്നാട്ടിൽ ബാധകമല്ലേ? വിജയ് ഏത് രൂപത്തിലാണ് ആക്രമിച്ചത്? വിജയ് ഏത് രൂപത്തിലാണ് അതിനോട് പ്രതികരിച്ചത്? ഇതൊക്കെ നാം കണ്ടതല്ലേ? അല്ല, ഒരു സെക്കൻഡ്, ഇതൊക്കെ നാം കണ്ടതല്ലേ? അപ്പൊ കേരളത്തിൽ മാത്രമല്ല ഈ വ്യവസായം, കേരളത്തിൽ മാത്രമല്ല അതുകൊണ്ട് ഒരു നടൻ അനുഭവിക്കേണ്ട അരക്ഷിതാവസ്ഥയും. അല്ല, അങ്ങനൊരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ സിനിമയുടെ ഈ സിനിമ പുറത്തു വന്നത് ഒരു സെൻസർ ബോർഡിന്റെ സെൻസറിങ് കഴിഞ്ഞതിന് ശേഷമാണല്ലോ. അതിൽ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ ചരിത്ര അല്ലെങ്കിൽ രാജ്യത്തിന് വിരുദ്ധമായതോ ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ മാറ്റിവെക്കുക. മോഹൻലാലിന് സംഘപരിവാരത്തെ, RSSനെ എതിർക്കാനുള്ള ഉദ്ദേശമുണ്ടെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അങ്ങനെ ഒരു അപ്രീതി സമ്പാദിക്കേണ്ടതുണ്ട്, അപ്രീതി സമ്പാദിക്കും എന്ന് കരുതുന്നുണ്ടോ അങ്ങ്? ലാൽ ഏത് രാഷ്ട്രീയത്തിനോടാണ് അടുത്തു നിൽക്കുന്നത്, ഏതിനോടാണ് വിധേയപ്പെട്ട് നിൽക്കുന്നത്? അതിന്റെ ഭാഗമായി ഉണ്ടായ സ്വാഭാവിക പ്രതികരണമല്ലേ ഇത്?